പുസ്തകത്താളിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 2ാം ഭാഗം പാഠപുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്. നാലും 5ഉം യൂണിറ്റ് ഉൾപ്പെടുന്നതാണ് ഈ പാഠപുസ്തകം. 4ാം യൂണിറ്റ് പാരിൻ്റെ നന്മയ്ക്കത്രേ എന്ന് തുടങ്ങുന്നു. ഇതിൻ്റെ പ്രവേശകമായി ആമുഖമായി ഗാന്ധിജിയുടെ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിലെ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ ആ ഭാഗത്തോടെയാണ് ഈ യൂണിറ്റ് ആരംഭിക്കുന്നത്. 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. വളരെ പ്രശസ്തമായ പി ഭാസ്കരൻ്റെ കാളകൾ എന്ന കവിതയാണ് ആദ്യമായുള്ളത്. ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ പുസ്തകത്തിലുള്ളതാണ് ഈ കവിത. അടുത്തതായുള്ളത് ഒരു മനോഹരമായ കഥയാണ്. CV ശ്രീരാമൻ എഴുതിയ സാക്ഷി എന്ന കഥയാണ്. ശ്രീരാമൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ ഉണ്ട് ഈ ചെറുകഥ. അടുത്ത പാഠം 2 ടാക്സിക്കാർ എന്നുള്ള പാഠമാണ്. ഇത് ഗുരു നിത്യ ചൈതന്യയതിയുടെ ഒരു അനുഭവമാണ്. 5ാമത്തെ യൂണിറ്റ്, അതായത് 2ാമത്തെ ഭാഗം പാഠപുസ്തകത്തിൻ്റെ അവസാന യൂണിറ്റാണ് തുടിതാളം തേടി എന്ന ശീർഷകത്തിലുള്ളതാണ്. പ്രവേശകമായി നൽകിയിരിക്കുന്നത് വള്ളത്തോളിൻ്റെ പണ്ടത്തെ പാട്ടുകൾ എന്ന കവിതയുടെ ആദ്യ ഏതാനും വരികളാണ്. ഈ യൂണിറ്റിൽ ആദ്യമായിട്ടുള്ളൊരു കവിതയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ അമ്പാടിയിലേക്ക് എന്ന കവിതാഭാഗമാണുള്ളത്. തേൻവരിക്ക എന്നൊരു പാഠമാണ് അടുത്തതായുള്ളത്. നാരായൺ എന്ന എഴുത്തുകാരൻ്റെ നിസ്സഹായൻ്റെ നിലവിളി എന്ന പുസ്തകത്തിലുള്ള പാഠമാണത്. മധുരേരി കന്നി എന്ന് തുടങ്ങുന്ന ഒരു നാടൻപാട്ടാണ് അടുത്തതായുള്ളത്. TH കുഞ്ഞിരാമൻ നമ്പ്യാർ സമ്പാദിച്ചിട്ടുള്ള പഴയ പാട്ടുകളിലുള്ള ഒന്നാണ്. അങ്ങനെ 3 പാഠങ്ങളാണ് തുടിതാളം തേടി എന്ന ഈ യൂണിറ്റിലുള്ളത്. ധാരാളം വിശദമായി പഠിക്കാനുള്ള പാഠങ്ങളാണിത്. രസകരമാണ് ഈ പാഠങ്ങൾ. കഥയും കവിതയും ഒക്കെയുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ പാഠങ്ങളുടെ പേരുകളും എഴുത്തുകാരുടെ പേരുകളും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അന്വേഷണങ്ങളിലൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് ശേഖരിക്കണം. അതൊക്കെ കൂട്ടുകാർക്ക് കൈമാറണം. അധ്യാപകരോട് പറയണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഒക്കെ അത് ഓർത്തിരിക്കണം. ഉയർന്ന ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ സഹായിക്കും. സ്വയം ആവിഷ്കരിക്കാനും മികച്ച വിദ്യാർത്ഥികളായിരിക്കുവാനും നിങ്ങൾക്ക് ഈ അധ്യയന വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുസ്തകത്താളിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.